മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്നിഫിക്കൻ്റ് വേരിയൻസിൽ മാനേജ്മെൻറ്റിൻ്റെ അറ്റൻഷൻ കൊണ്ടുവരുന്നതിനെയാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. സിഗ്നിഫിക്കൻ്റ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രേറ്റസ്റ്റ് വേരിയൻസ്, അതായത് വലിയ വലിയ വേരിയൻസിൽ മാനേജ്മെൻറ്റിൻ്റെ അറ്റൻഷൻ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു സിഗ്നിഫിക്കൻ്റ് വേരിയൻസിൽ മാനേജ്മെൻറ്റിൻ്റെ അറ്റൻഷൻ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. ആ വേരിയൻസ് എന്ന് പറയുന്നത് ഫേവറബിൾ ആകാം, അൺഫേവറബിൾ ആകാം. അപ്പോൾ ഫേവറബിൾ വേരിയൻസ് ആയാലും അൺഫേവറബിൾ വേരിയൻസ് ആയാലും അതൊരു വലിയൊരു വേരിയൻസ് ആണ് എന്നുണ്ടെങ്കിൽ, ഗ്രേറ്റസ്റ്റ് വേരിയൻസ് ആണ് എന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ അറ്റൻഷൻ കൊണ്ടുവരും. അതാണ് മാനേജ്മെൻറ്റ് ബൈ എക്സെപ്ഷൻ. അപ്പോൾ ഇതിൽ ഒരുപാട് ബെനിഫിറ്റ്സും അതുപോലെ തന്നെ ലിമിറ്റേഷൻസും ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ബെനിഫിറ്റ് പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സേവ്സ് ടൈം. അതായത് എങ്ങനെയാണ് നമുക്ക് സമയം ലാഭിക്കാനായിട്ട് സാധിക്കുക? നമ്മളിവിടെ പറഞ്ഞു വലിയ വലിയ വേരിയൻസിൽ മാത്രമാണ് മാനേജ്മെൻറ്റ് എന്ത് കൊടുക്കുന്നത്? ഫോക്കസ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അതിൽ മാത്രം ഫോക്കസ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റിന് ബാക്കി കാര്യങ്ങൾ കൂടി ചെയ്യാനായിട്ടുള്ള സമയം അവിടെ കിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ബെനിഫിറ്റ് പറയുന്നത്. ഇനി സെക്കൻഡ് ബെനിഫിറ്റ് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ഈ വേരിയൻസ് എന്ന് പറയുന്നത് ഫേവറബിൾ ആയാലും അൺഫേവറബിൾ ആയാലും അവിടെ മാനേജ്മെൻറ്റിൻ്റെ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഫേവറബിൾ വേരിയൻസിലും കൂടി ഇങ്ങനെ അറ്റൻഷൻ കൊടുക്കുന്നത് വഴി നമുക്ക് ഈ ഫേവറബിൾ വേരിയൻസിൽ നിന്നുണ്ടാകുന്ന ബെനിഫിറ്റ്സ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് സെക്കൻഡ് ബെനിഫിറ്റ് പറയുന്നത്. ഇനി അടുത്തതാണ് ലിമിറ്റേഷൻസിൽ ആദ്യം പറയണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ട്രെൻഡ്സ് മേ ബി ഓവർലുക്ക്ഡ് അറ്റ് ഏർലിയർ സ്റ്റേജസ്. അതായത് നമുക്കിപ്പോൾ ചില വേരിയൻസ് എന്ന് പറയുന്നത് ആദ്യമൊക്കെ ചിലപ്പോൾ ചെറിയ വേരിയൻസ് ആയിരിക്കും, പിന്നീടായിരിക്കും ആ വേരിയൻസ് വലുതായി വരുന്നത്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ ആ വേരിയൻസ് ചെറുതായതുകൊണ്ട് തന്നെ നമുക്കത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അതാണ് ലിമിറ്റേഷൻസിൽ ആദ്യം പറയുന്നത്. ഇനി സെക്കൻഡ് ലിമിറ്റേഷൻസ് പറയണത് ഇപ്പോൾ ഒരേ സമയം ഒരു വേരിയൻസ് മാത്രമല്ല ഉണ്ടായിരിക്കുക, ഒന്നിൽ കൂടുതൽ വേരിയൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരുപാട് വേരിയൻസ് ഉണ്ടാകുമ്പോൾ ഏത് വേരിയൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് വരും. അതാണ് സെക്കൻഡ് ലിമിറ്റേഷൻ പറയുന്നത്. ഇനി തേർഡ് ലിമിറ്റേഷൻ പറയണത് എന്താണെന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ നമ്മൾ വേരിയൻസ് അത് ഫേവറബിൾ അല്ലേ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഫേവറബിൾ വേരിയൻസ് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അങ്ങനെ അത് കൺസിഡർ ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന ബെനിഫിറ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതുമൂലം നമ്മുടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നഷ്ടമാകും.